കൂട്ടത്തില് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളം കണി കണ്ടുണരുന്ന നന്മ, അത് മിൽമയുടെ പരസ്യവാചകമാണെങ്കിലും കേരളത്തിലെ മലയാളികൾ സത്യത്തിൽ അങ്ങനെ നന്മകളൊക്കെ കണ്ട് ഉണരാനാണ് താല്പര്യപ്പെടുന്നത്. പക്ഷേ പത്രമെടുത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ കൂട്ടക്കൊലപാതകത്തിന്റെയും രക്തം മരവിപ്പിക്കുന്ന പീഡനങ്ങളുടെയും ഒക്കെ വാർത്തകൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം രാത്രി 12:30 ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ നിന്നും കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ നിന്നും വെന്റിലേറ്ററിൽ നിന്നും പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയ സംഭവത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കുട്ടി മരിച്ചിരിക്കുകയാണ്. 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് ആണ് മരിച്ചത്. രാത്രി 12:30 മരണം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഷഹബാസ്. ഫെയർവെൽ പരിപാടിയെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. എണേറ്റൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുമായി താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുമാണ് പരസ്പരം ഏറ്റുമുട്ടിയത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവത്തിന്റെ തുടക്കം. ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ്സുകാരുടെ ഫെയർവെൽ പരിപാടിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് കാരണമായത്. ഞായറാഴ്ചയായിരുന്നു ട്യൂഷൻ സെന്ററിലെ പരിപാടി. ഇതിന്റെ തർക്കത്തിന്റെ തുടർച്ചയായിട്ടാണ് വ്യാഴാഴ്ച വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത്. സംഭവത്തിൽ 5 വിദ്യാർത്ഥികളെ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ഇന്ന് കൊലക്കുറ്റം ചുമത്തിയിരിക്കുകയാണ്. ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഡാൻസ് കളിച്ചപ്പോൾ മറ്റു വിഭാഗം വിദ്യാർത്ഥികൾ കൂകിയതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. സത്യത്തിൽ ഈ മരണപ്പെട്ടിരിക്കുന്ന കുട്ടി, ഈ 10ാം ക്ലാസ്സുകാരായ കുട്ടി, ഈ ട്യൂഷൻ സെന്ററിലെ പഠിക്കുന്ന വിദ്യാർത്ഥി അല്ല എന്നുള്ള വ്യക്തമായ വിവരമാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ഇവർ തമ്മിലുള്ള ഈ തല്ലിയ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സന്ദേശങ്ങൾ, ഇൻസ്റ്റഗ്രാം സന്ദേശങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന ഓഡിയോകൾ കൂടി പുറത്തു വരികയാണ്. താമരശ്ശേരി സംഘർഷത്തിൽ വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശം പുറത്തു വരുമ്പോൾ നിറയുന്നതും പ്രതികാരം തന്നെയാണ്. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്നാണ് പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിൽ ഉള്ളത്. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും, അവന്റെ കണ്ണൊന്ന് നീ പോയി നോക്ക്, കണ്ണൊന്നുമില്ല എന്നാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. കൂട്ടത്തല്ലിൽ ഒരുത്തൻ മരിച്ചു കഴിഞ്ഞാലും ഒരു വിഷമവുമില്ല, പോലീസ് കേസെടുക്കില്ല എന്നാണ് മറ്റൊരു വിദ്യാർത്ഥി പറയുന്നത്. കേസ് ഉണ്ടാവില്ല, കേസ് തള്ളിപ്പോകുമെന്നും വിദ്യാർത്ഥികൾ പരസ്പരം പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയ സംഭവത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് ഷഹബാസ് ആണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയോടുകൂടിയായിരുന്നു മരണം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഫെയർവെൽ പരിപാടിയെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിന് ശേഷം അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ ശബ്ദ സന്ദേശം അടങ്ങുന്ന ഇൻസ്റ്റഗ്രാം ചാറ്റാണ് പുറത്തു വന്നത്. ഞാനൊരു കാര്യം പറഞ്ഞു, ഷഹബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവന്റെ കണ്ണൊന്ന് പോയോ കിട്ടോ, ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തില് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത്. പിന്നെ അതിന് ഇവരൊന്നും ഇല്ല വെച്ചാൽ നാഫീനല്ല വെച്ചത്. 2 ദിവസം കേട്ട, അത് മാത്രമല്ല മുഹമ്മദ് ഷഹബാസിനെ ആക്രമിച്ച് ആസൂത്രിതമായിട്ടാണ് എന്നതിനുള്ള തെളിവുകളാണ് പുറത്തു വന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഈ ആക്രമണത്തിനെല്ലാം ആഹ്വാനം നടത്തിയിരിക്കുന്നത്. അതും 15, 14, 16 ഒക്കെ വയസ്സ് വരുന്ന ഈ പിള്ളേരാണ്. ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ വിദ്യാർത്ഥികൾ അയച്ച ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നത്. എലേറ്റിൽ വട്ടോളി ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളുടെ ഗ്രൂപ്പിലാണ് സന്ദേശം എത്തിയത്. തിരിച്ചടിക്കാനായി എല്ലാവരും ട്യൂഷൻ സെന്ററിന് സമീപം എത്താനായിരുന്നു ആഹ്വാനം. ഷഹബാസിനെ ആക്രമിച്ചത് ആയുധം ഉപയോഗിച്ചെന്ന് ഉമ്മ KP റംസീന പറയുകയാണ്. ഈ തല്ലിയതിനു ശേഷം, അതായത് വ്യാഴാഴ്ച വൈകുന്നേരത്തോടു കൂടി തല്ല് നടക്കുന്നു. അതിനുശേഷം വീട്ടിലേക്ക് എത്തിയ ഈ വിദ്യാർത്ഥി ഷഹബാസ് പുറത്ത്, അതായത് ശരീരത്തിന് പുറത്തു നിന്ന് നോക്കിയാൽ മറ്റ് ചതവുകളോ മുറിവുകളോ ഒന്നും ഇല്ലെങ്കിലും രാത്രി ഛർദ്ദിച്ചതോടുകൂടിയാണ് ആശുപത്രിയിൽ എത്തിയത്. അപ്പോഴാണ് തലയിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് വ്യക്തമായത്. ഉടനെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയും വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് മരണം സ്ഥിരീകരിച്ചത്. ഷഹബാസിന്റെ സുഹൃത്തുക്കളാണ് ഇക്കാര്യം പറഞ്ഞതെന്നാണ് ഈ മുഹമ്മദ് ഷഹബാസിന്റെ ഉമ്മ പറഞ്ഞത്. അതായത് ഈ ആയുധം ഉപയോഗിച്ചാണ് ഷഹബാസിനെ തല്ലിയത് എന്നതിനുള്ള തെളിവുകൾ. ഷഹബാസിനെ മർദ്ദിച്ച കുട്ടി ക്ഷമാപണം നടത്തി സന്ദേശം അയച്ചിരുന്നു. ഇനിയൊരു ഉമ്മയ്ക്കും ഈ അവസ്ഥ ഉണ്ടാകരുത് എന്നും കർശന നടപടി ഉണ്ടാകണമെന്നാണ് ഉമ്മ പറയുന്നത്. ഷഹബാസിന്റെ ഫോണിലേക്കാണ് ആക്രമിച്ച കുട്ടികളുടെ ക്ഷമാപണ സന്ദേശം എത്തിയത്. സംഭവിച്ചതിൽ പൊരുത്തപ്പെടണമെന്നാണ് ശബ്ദ സന്ദേശം. ആക്രമണത്തിന് ശേഷം നടന്ന ചാറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിൽ SSLC വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിതിരിഞ്ഞ് നടത്തിയ ഏറ്റുമുട്ടലിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി മരണപ്പെട്ടത്.
എന്തായാലും 15 വയസ്സ് മാത്രമാണ് ഈ പ്രായമായിട്ടുള്ളത് ഈ വിദ്യാർത്ഥിക്ക്. താമരശ്ശേരി വെഴുപ്പൂർ റോഡിലെ ട്രിസ് എന്ന സ്വകാര്യ ട്യൂഷൻ സെന്ററിന് സമീപം വ്യാഴാഴ്ച വൈകിട്ട് 6:30 നടന്ന സംഘർഷത്തിലാണ് തലയ്ക്ക് പരിക്കേറ്റത്. ഈ സംഘർഷത്തിൽ ഉൾപ്പെട്ട കുറ്റാരോപിതരിൽ താമരശ്ശേരി GVHSSലെ SLC വിദ്യാർത്ഥികളായ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രായപൂർത്തിയാവാത്തതിനാൽ തുടർ നടപടിയുടെ ഭാഗമായി ഇവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുൻപാകെ ഹാജരാക്കുകയും ശനിയാഴ്ച രാവിലെ 11-ന് ഹാജരാക്കാൻ നിർദ്ദേശിച്ച രക്ഷിതാക്കൾക്കൊപ്പം ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഇവരെ വീണ്ടും ഹാജരാക്കാൻ പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച താമരശ്ശേരി വ്യാപാര ഭവനിൽ വെച്ച് ഈ ട്രസ്റ്റഡ് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന വിവിധ വിദ്യാർത്ഥികളുടെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയപ്പ് പരിപാടിയോടനുബന്ധിച്ചാണ് സംഘർഷം തുടങ്ങിയത്. എലൈറ്റിൽ MJHSSലെ വിദ്യാർത്ഥികൾ നൃത്തം ചെയ്യുന്നുണ്ടെങ്കിൽ ഫോണിന്റെ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് പാട്ട് നിലച്ച നൃത്തം തടസ്സപ്പെട്ടു. ഇതിനെ തുടർന്ന് 2 സ്കൂളിലത്തെയും ട്യൂഷൻ വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിതിരിഞ്ഞ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. അധ്യാപകർ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. ഇതിനെ തുടർച്ചയായിട്ടാണ് വ്യാഴാഴ്ച വൈകിട്ട് നടന്ന സംഘർഷം രൂക്ഷമായത്. ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന താമരശ്ശേരി GVHSS വിദ്യാർത്ഥികളുമായി എലൈറ്റിൽ സ്കൂൾ വിദ്യാർത്ഥികളും മുഹമ്മദ് ഷഹബാസ് ഉൾപ്പെടെ പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളും ചേർന്ന് ഏറ്റുമുട്ടുകയായിരുന്നു. ഈ സംഘർഷത്തിലാണ് ഷഹബാസിന് പരിക്കേറ്റത്. ഞായറാഴ്ചത്തെ യാത്രയപ്പ് പരിപാടിക്കിടെ ഉണ്ടായ തർക്കത്തിനു ശേഷം സമൂഹ മാധ്യമങ്ങളിലൂടെ ഇരുവിഭാഗവും തമ്മിൽ വാക്കുകൾ കൊണ്ട് പരസ്പരം പോരുവിളിക്കുകയുണ്ടായി. ഇതിന്റെ തുടർച്ചയായിരുന്നു ദിവസങ്ങൾക്ക് ശേഷം വ്യാഴാഴ്ച വൈകിട്ട് നടന്ന സംഘർഷം. വ്യാഴാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന താമരശ്ശേരി GVHSS വിദ്യാർത്ഥികളുമായി സെന്ററിലുള്ള ഏതാനും എലൈറ്റിൽ സ്കൂൾ വിദ്യാർത്ഥികളും മുഹമ്മദ് ഷഹബാസ് ഉൾപ്പെടെ സെന്ററിൽ പഠിക്കാത്ത വിദ്യാർത്ഥികളും ചേർന്ന് ഏറ്റുമുട്ടുകയായിരുന്നു. വൈകിട്ട് 6:30 താമരശ്ശേരി വെഴുപ്പൂർ റോഡിലെ ചായക്കടയ്ക്ക് സമീപത്തായിരുന്നു സംഘർഷം തുടങ്ങിയത്. തമ്മിൽ തല്ലിയ വിദ്യാർത്ഥികളെ നാട്ടുകാരും കടക്കാരും ഇടപെട്ടാണ് ഇവിടെ നിന്ന് ഈ പിന്തിരിപ്പിച്ച് ഓട്ടിച്ചത്. പിന്നീട് റോഡിന് സമീപത്ത് വെച്ചും ചേരിതിരിഞ്ഞുണ്ടായ ഏറ്റുമുട്ടൽ ശക്തമായിരുന്നു. സംഘർഷത്തിനിടെ മർദ്ദനമേറ്റ മുഹമ്മദ് ഷഹബാസ് തലയ്ക്ക് പരിക്കേറ്റിരുന്നു. ഈ നഞ്ചക്ക് പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു മർദ്ദിച്ചത് എന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത്. അതേസമയം താമരശ്ശേരിയിലെ വിദ്യാർത്ഥികൾ കൂടാതെ പുറമേ നിന്നുള്ള കണ്ടാലറിയാവുന്ന ചിലരും സംഘർഷത്തിലുണ്ടായിരുന്നു എന്നാണ് ഷഹബാസിന്റെ ബന്ധുക്കൾ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴിത് ആ സ്കൂൾ വിദ്യാർത്ഥികളുടെ തന്നെ ചാറ്റ് പോലും പരിശോധിച്ചാൽ മനസ്സിലാകും പോലീസ് കേസെടുക്കില്ല, അങ്ങ് തള്ളിപ്പോകുമെന്ന് പറയുന്നത്. കാരണം ഇതിനു മുൻപുണ്ടായ സിദ്ധാർത്ഥന്റെ ഉൾപ്പെടെ ഉണ്ടായ മരണത്തിൽ ഇവിടെ എന്ത് കേസെടുത്തു അല്ലെങ്കിൽ എന്ത് ശിക്ഷയാണ് പ്രതികൾക്ക് ലഭിച്ചത് എന്നുള്ളത് ഇവിടുത്തെ ചെറിയ കുട്ടികൾ പോലും 15 വയസ്സുള്ള ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥികളിൽ പോലും അതൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതായത് അവർക്ക് കൃത്യമായ ശിക്ഷ നൽകിയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ കുട്ടികൾ മടിച്ചേനെ. കാരണം ഇവിടെ പ്രധാനമായി അവർ പറയുന്നത് കൂട്ടത്തിൽ തല്ലിക്കഴിഞ്ഞാൽ കേസ് ഉണ്ടാകില്ല, അത് തള്ളിപ്പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ തള്ളിപ്പോയ കേസുകളാണ് അവരുടെ മുന്നിലുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് പേടിയോ ഭയമോ പോലീസ് പിടിക്കുമെന്ന ചിന്ത പോലും ഉണ്ടാകാതിരുന്നത്. ഇപ്പോൾ ഈ വിദ്യാർത്ഥികളും ഈ പ്രായപരിധി അല്ലെങ്കിൽ 15 വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായം, അവർ കുട്ടികളല്ലേ എന്നുള്ള പരിഗണന കൊടുത്ത ഇവരെയും വെറുതെ വിടുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഷഹബാസുമാർ ഇന്നും ഇന്നലെയും കൊണ്ട് കുറയുകയില്ല, അല്ലെങ്കിൽ ഇവിടെ അവസാനിക്കുന്നില്ല, ഇനിയും തുടർക്കഥകളായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, ഏറ്റവും ഒടുവിലാണ് കോട്ടയം നഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റലിൽ നടന്ന വിദ്യാർത്ഥികളോട് ഉണ്ടായ ക്രൂര പീഡനങ്ങളുടെ കഥ. ക്രൂര പീഡനങ്ങൾ കഴിഞ്ഞ ദിവസം കുറച്ച് നാളുകൾക്ക് മുന്നേ പുറത്തു വന്നിരുന്നു. നിലവിളിക്കുന്നു, കോമ്പസ് കൊണ്ട് കുത്തി രസിക്കുന്ന ദൃശ്യങ്ങൾ, അവൻ നിലവിളിക്കുമ്പോൾ ചിരിക്കുന്ന സീനിയർ, അങ്ങനെയുള്ള അനവധി രക്തം മരവിപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതൊക്കെ തന്നെ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോഴത്തെ തലമുറയുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് ചിന്തിപ്പിക്കേണ്ടതുണ്ട്. അതിന് പോലീസ് കൂടുതൽ ശക്തമാകണം, ആഭ്യന്തരം കൂടുതൽ ശക്തമാകണം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയേണ്ടതില്ല എന്നുള്ള മട്ടിലാണ് നടപ്പ് എന്ന് സമൂഹ മാധ്യമങ്ങളടക്കം വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പല കാര്യം വരുമ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിലായി ആ അമ്മയ്ക്കും ആ അച്ഛനും നഷ്ടപ്പെട്ടിരിക്കുന്നത് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെയാണ്.